ഹലോ എവരിവൺ, ഡോക്ടർ മുൻസിറാണ്. കുട്ടികളിലെ പനി എന്ന ടോപ്പിക്കിനെ പറ്റി നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. പാരൻസിന് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ പനി. എന്നാൽ ഇത്തരം വിഷമങ്ങൾക്ക് പ്രധാന ഒരു കാരണം പനിയെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ ഇല്ലാത്തതാണ്. എല്ലാ പനിയും പ്രശ്നക്കാരാണോ? ഇനിയിപ്പോ എല്ലാ പനിയും നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ടതുണ്ടോ? അങ്ങനെയുമല്ല. അപ്പോൾ പനിയെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമുക്കിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പനി എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്? പനി വന്നു കഴിഞ്ഞാൽ എങ്ങനെ കുട്ടിയെ വീട്ടിൽ വെച്ച് തന്നെ മാനേജ് ചെയ്യാം? എപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം? കുട്ടീനെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എന്തൊക്കെ ഭക്ഷണങ്ങൾ കൊടുക്കാം? ഇത്തരം കാര്യങ്ങൾ ഇന്ന് നമുക്ക് പരിശോധിക്കാം. വീഡിയോ കുറച്ച് ലെങ്തി ആയേക്കാം, മാക്സിമം കാണാൻ ശ്രമിക്കുക. അതുപോലെ മറ്റു പാരൻസിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ഫീവർ? നമ്മുടെ ബോഡിയിലെ നോർമൽ ടെമ്പറേച്ചറിനെക്കാട്ടിയും ടെമ്പറേച്ചർ കൂടുന്ന അവസ്ഥയാണ് പനി. പനി ഒരിക്കലും ഒരു രോഗമല്ല, ഒരു രോഗലക്ഷണമാണ്. നമ്മുടെ ശരീരത്തിൽ വേറെ എന്തെങ്കിലും ഇൻസൾട്ട്, അത് ഇൻഫെക്ഷൻ ആവാം, ഇൻഫ്ലമേഷൻ ആവാം, ഡീഹൈഡ്രേഷൻ ആവാം, വേറെ എന്തെങ്കിലും ഇഞ്ചുറി ആവാം. അത് കാരണം നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ നോർമലിനെക്കാട്ടിയും കൂടുതലാവും. ടെമ്പറേച്ചർ നമുക്ക് 2 ഡിഗ്രി, 2 മെത്തേഡിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഒന്ന് ഡിഗ്രി സെൽഷ്യസ്, പിന്നെ ഒന്ന് ഡിഗ്രി ഫാരൻഹൈറ്റ്. ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ 35.8 ടു 36.7, ഡിഗ്രി ഫാരൻഹൈറ്റിലാണെങ്കിൽ 96.6 ടു 98 ആണ് നോർമൽ ടെമ്പറേച്ചർ റേഞ്ച് വരുന്നത്. ഇതിനെക്കാട്ടിയും കൂടുമ്പോൾ കുട്ടിയിൽ നമുക്ക് പനി ഉണ്ട് എന്ന് പറയാം. ഇനി എങ്ങനെയാണ് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്? ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. കുറച്ചു കാലം മുമ്പ് വരെ മെർക്കുറി തെർമോമീറ്റർ ആയിരുന്നു കൂടുതലും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിലുള്ള മെർക്കുറി പോയ്സണസ് ആയതുകൊണ്ട് ഇപ്പൊ അധികം യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ടൈപ്പ് തെർമോമീറ്റർ, ഡിജിറ്റൽ തെർമോമീറ്റർ ആണ്. ഇത് വെച്ച് നമുക്ക് ടെമ്പറേച്ചർ എങ്ങനെ മെഷർ ചെയ്യാം? നമ്മൾ കൂടുതലായിട്ടും കുട്ടിയുടെ കക്ഷത്താണ് ഇത് വെച്ച് നോക്കുന്നത്. അപ്പൊ കക്ഷത്താണെങ്കിൽ കോർ ടെമ്പറേച്ചറെക്കാട്ടിയും ഏകദേശം 1 ഡിഗ്രി ഫാരൻഹൈറ്റ് കുറവായിട്ടാണ് കാണിക്കുക. അപ്പൊ അതിൽ തന്നെ നമ്മളൊരു 99 ഡിഗ്രി ഫാരൻഹൈറ്റിന് എബോ ആണെങ്കിൽ നമ്മൾ കുട്ടിയിൽ പനി ഉണ്ട് എന്ന് പറയും. പിന്നെ ഇത് വായിൽ വെക്കാം, പിന്നെ മലദ്വാരത്തിൽ വെക്കാം. ഇത് മലദ്വാരത്തിലാണെങ്കിൽ നമ്മൾ കോർ ടെമ്പറേച്ചർ തന്നെ കിട്ടും. അതായത് നമ്മൾ കക്ഷത്തിൽ നോക്കുന്നതിനെക്കാട്ടിയും 1 ഡിഗ്രി കുറവായിട്ടാണ് കണക്ക്. അതായത് 98 ഡിഗ്രി ഫാരൻഹൈറ്റിൽ കൂടുതലാണെങ്കിൽ തന്നെ നമ്മൾ പനി ഉണ്ടെന്ന് പറയും കുട്ടിക്ക്. അടുത്തതായി, പനി വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ സ്കൂളുകളിലും നഴ്സറികളിലും ഒക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പനി വരാൻ സാധ്യതയുണ്ട്. കാരണം അവര് കൂടെയുള്ള കുട്ടികളായിട്ട് കളിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഏതെങ്കിലും ഒരു കുട്ടിയിൽ ചെറിയൊരു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷനോ, യൂഷ്വലി വൈറലാണ് നമ്മൾ കുട്ടികളിൽ കണ്ടുവരുന്നത്. അപ്പൊ അടുത്തുള്ള കുട്ടിക്ക് പകരാൻ സാധ്യതയുണ്ട്. അപ്പൊ വൈറൽ ഫീവർ ഒക്കെ ആണെങ്കിൽ യൂഷ്വലി ഒരു 3 to 4 ഡേയ്സിൽ നോർമലി റെസ്പോണ്ട് ചെയ്യും. നോർമലി നമ്മൾ ജസ്റ്റ് ഒരു പാരസിറ്റമോൾ കൊടുത്താൽ മാത്രം ആ പനി ശരിയാവുന്നതായിരിക്കും. പിന്നെ ബാക്ടീരിയൽ ആവാം, പിന്നെ യൂറിനിലുള്ള ഇൻഫെക്ഷൻ ആവാം, പിന്നെ എവിടെയെങ്കിലും ചതവ് വന്നാൽ പനി വരാം, പിന്നെ എവിടെയെങ്കിലും ചെറിയൊരു ഇൻഫെക്ഷൻ, വല്ല മുറിവ് സംഭവിച്ച് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ വരാം. പിന്നെ കുട്ടികളിൽ കൂടുതൽ നമ്മൾ കാണുന്ന ഒരു അപ്പർ റെസ്പിറേറ്ററി ആണ്. ചിലപ്പോൾ ടോൺസിലൈറ്റിസ് ആവാം, അല്ലെങ്കിൽ അഡ്നോയിഡ്സ് ആവാം, അല്ലെങ്കിൽ ഫാരൻജൈറ്റിസ്, തൊണ്ടയിലുള്ള ചെറിയ പഴുപ്പാവാം. ഇതൊക്കെ കാരണം കുട്ടികളിൽ ഇടയ്ക്കിടയ്ക്ക് പനി വരാൻ സാധ്യതയുണ്ട്. പനി എങ്ങനെ ഉണ്ടാവുന്നത്, അതിന്റെ മെക്കാനിസം എങ്ങനെയാണ്? ഞാനിപ്പോൾ മുകളിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പൊ എന്തെങ്കിലും ബാക്ടീരിയയോ വൈറസോ ഫംഗസോ, പിന്നെ ഡീഹൈഡ്രേഷൻ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി ആവാം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബോഡിയിൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെ ഇമ്മ്യൂണിറ്റി ആക്ടിവേറ്റ് ആവുകയും കുറച്ച് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് റിലീസ് ചെയ്യുകയും ചെയ്യും. ആ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് നമ്മൾ ഹൈപ്പോതലാമസിനെ എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യും. ആ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചർ റൈസ് ആവുന്നത്. കുറച്ച് സമയം ടെമ്പറേച്ചർ റൈസ് ആയി നിൽക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ കുറച്ച് എൻസൈംസ്, അസറ്റൈൽ കൊളൈൻ, നോറെപ്പിനെഫ്രിൻ, അങ്ങനത്തെ കുറച്ച് എൻസൈംസ് റിലീസ് ചെയ്യുകയും ബോഡി ടെമ്പറേച്ചർ കുറക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അത് കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പനി വന്നു കഴിഞ്ഞാൽ ഷിവറിങ് കൂടി ഉണ്ടാകുന്നത്. അതുകൊണ്ട് പനി ഒരിക്കലും ഒരു രോഗമല്ല, രോഗലക്ഷണമാണ്. ഈ മുകളിൽ പറഞ്ഞ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മളെ ബോഡി എന്ത് ചെയ്യുന്നത്? റെസ്പോണ്ട് ചെയ്യുന്നത് പനിയായിട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് പനീനെ അല്ല, പനിയുടെ കാരണത്തെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്തേണ്ടത്. ഇനിയിപ്പോ കുട്ടിക്ക് പനി വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യമായി ശരിക്കും പനി ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. അതിനാണ് ഞാൻ പറഞ്ഞ ഈ സാധനം, തെർമോമീറ്റർ. ഇടയ്ക്കിടയ്ക്ക് പനി വരുന്ന കുട്ടികളാണെങ്കിൽ ഇതുപോലുള്ള ഒരു സാധനം വീട്ടിൽ മേടിച്ച് വെക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇത് വളരെ സിമ്പിൾ ആണ് ഓപ്പറേറ്റ് ചെയ്യാൻ. ഈ സാധനം ജസ്റ്റ് ഓൺ ആക്കുക, കക്ഷത്ത് വെക്കുക. ഒരു 45 seconds to 1 minute കഴിഞ്ഞാൽ ഒരു ബീപ്പ് സൗണ്ട് വരും. ഇപ്പൊ ഇതിൽ കാണിക്കുന്നതായിരിക്കും കുട്ടിയുടെ ടെമ്പറേച്ചർ. അതിലൊരു 100 എബോ അല്ലെങ്കിൽ 101 എബോ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ പാരസെറ്റമോൾ കൊടുത്താൽ മതി. അല്ലെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള, നമുക്ക് നാച്ചുറൽ ആയിട്ട് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടെപ്പിഡ് സ്പഞ്ചിങ്. അതായത് സാധാ പച്ചവെള്ളത്തിൽ
ഒരു തോർത്തോ ടവലോ വല്ലതും എടുത്തിട്ട് കുട്ടിയുടെ ദേഹം മൊത്തം തുടച്ചു കൊടുക്കുക. കുട്ടിയുടെ കക്ഷവും തൊടയുടെ ഭാഗവും ചെസ്റ്റും വയറും എല്ലാം തുടച്ചു കൊടുക്കുക. പിന്നെ നമ്മളിവിടെ യൂഷ്വലി കണ്ടുവരുന്ന ഒരു തെറ്റായ പ്രവണതയാണ് ഒരു തോർത്ത് അല്ലെങ്കിൽ ചെറിയൊരു ടവൽ വെച്ചിട്ട് കുട്ടിയുടെ തലയിലും കഴുത്തിലും ഒക്കെ ഇട്ടുവിടും. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം ആൾറെഡി ചുമയോ ജലദോഷമോ അങ്ങനെയൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ അത് കൂടുതലാവാൻ സാധ്യതയുണ്ട്. മറിച്ച് നമ്മൾ കക്ഷവും ചെസ്റ്റും തൊടയുടെ ഭാഗവും എല്ലാം നന്നായിട്ട് ഒരു 5 മിനിറ്റ് കണ്ടിന്യൂസ് തുടച്ചു കൊടുക്കുക. പച്ചവെള്ളം എടുത്താൽ മതി, ചൂടുള്ള വെള്ളമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. തണുത്ത വെള്ളം പ്രത്യേകിച്ച് എടുക്കരുത്, കാരണം കൂടുതൽ കുട്ടിക്ക് ഷിവറിങ് വരാൻ സാധ്യതയുണ്ട്. സാധാ പച്ചവെള്ളത്തിൽ ഒരു 5 മിനിറ്റ്സ് കണ്ടിന്യൂസ് തുടച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് തുടച്ചു കൊടുക്കാവുന്നതാണ്. മുകളിൽ പറഞ്ഞ പോലെ ടെപ്പിഡ് സ്പഞ്ചിങ് ഒക്കെ ചെയ്തിട്ടും കുട്ടിയുടെ ടെമ്പറേച്ചർ താഴത്തേക്ക് വരുന്നില്ല. സ്റ്റിൽ ഒരു 101 എബോ ഒക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷനാണ് പാരസെറ്റമോൾ സിറപ്പ് കൊടുക്കുക എന്നത്. നമ്മളെല്ലാവരും വീട്ടിൽ കാണുന്ന മരുന്നാണ് പാരസെറ്റമോൾ. ഇനി പക്ഷേ ഇത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് കൂടി നമ്മൾ അറിയേണ്ടത്. ഈ പാരസെറ്റമോൾ യൂഷ്വലി നമ്മൾ കൊടുക്കുന്നത് കുട്ടിയുടെ വെയിറ്റ് അനുസരിച്ചിട്ടാണ്. ഇപ്പൊ 1 കിലോഗ്രാമിന് 10 to 15 മില്ലിഗ്രാം എന്നുള്ള രീതിയിലാണ് പാരസെറ്റമോൾ സിറപ്പ് നമ്മൾ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഒരു 10 കിലോ ഉള്ള കുട്ടിയാണെങ്കിൽ നമുക്ക് ഒരു ഡോസിൽ ഒരു പ്രാവശ്യം കൊടുക്കുമ്പോൾ ഒരു 150 മില്ലിഗ്രാം കൊടുക്കേണ്ടതുണ്ട്. അതായത് 15 മില്ലിഗ്രാം പെർ കിലോഗ്രാം. അങ്ങനെ വരുമ്പോൾ 10 കിലോ ഉള്ള കുട്ടിക്ക് 150. അങ്ങനെ മാക്സിമം നമുക്ക് 4 പ്രാവശ്യം കൊടുക്കാം. അതായത് ഒരു ദിവസം നമ്മൾ മാക്സിമം പെർമിറ്റഡ് ആയിട്ടുള്ള ഡോസ് 60 മില്ലിഗ്രാം പെർ കിലോഗ്രാം. അതായത് ഒരു 600 മില്ലിഗ്രാം 10 കിലോ ഉള്ള കുട്ടിക്ക് ഒരു ദിവസം നമുക്ക് മാക്സിമം ഡോസേജ് കൊടുക്കാം. അതിനെക്കാട്ടും കൂടുതലാവാൻ പാടില്ല, കുറയാനും പാടില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പനി കുറഞ്ഞെന്ന് വരത്തില്ല കുട്ടിക്ക്, അത് എഫക്റ്റീവ് ആവത്തില്ല. ഇനിയിപ്പോൾ കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാരസെറ്റമോളിനെ മെറ്റാബോളൈസ് ചെയ്യാൻ നമ്മുടെ ബോഡിയിലുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ഗ്ലൂട്ടാത്തയോൺ. അപ്പൊ അത് സ്റ്റോർഡ് ആണ്, ലിവറിലാണ് ആ സാധനം സ്റ്റോർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് പാരസെറ്റമോൾ ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ ആ പാരസെറ്റമോളിനെ മൊത്തം ചിലപ്പോൾ ഇത് മെറ്റാബോളൈസ് ചെയ്യാനുള്ള ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവില്ല, അത് ഡിപ്ലീറ്റഡ് ആവും. അങ്ങനെ വരുമ്പോൾ ഈ പാരസെറ്റമോൾ കാരണം എന്ത് ചെയ്യും, നമ്മുടെ ലിവറിന് ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡോസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. 10 to 15 മില്ലിഗ്രാം പെർ കിലോഗ്രാം, അതിലൊരിക്കലും കൂടാൻ പാടില്ല. പാരസെറ്റമോൾ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? സിറപ്പായിട്ട് അവൈലബിൾ ആണ്, ഡ്രോപ്സ് ആയിട്ട് അവൈലബിൾ ആണ്, സപ്പോസിറ്ററി ആയിട്ട് അവൈലബിൾ ആണ്. സപ്പോസിറ്ററി മീൻസ് മലദ്വാരത്തിൽ വെക്കാം പനി ഒരുപാട് കൂടുതലുള്ള സമയത്ത്. പിന്നെ ഇഞ്ചക്ഷൻ ആയിട്ടും അവൈലബിൾ ആണ്. നമ്മൾ മാർക്കറ്റിൽ യൂഷ്വലി കണ്ടുവരുന്ന ഫോർമുലേഷൻസ്, ആദ്യത്തേത് 125/5, അതായത് ഒരു 5 ml പാരസെറ്റമോൾ കൊടുക്കുമ്പോൾ കുട്ടിക്ക് 125 മില്ലിഗ്രാം കിട്ടും. 250/5 ആണെങ്കിൽ 5 ml കൊടുക്കുമ്പോൾ അതിൽ 250 മില്ലിഗ്രാം ഉണ്ട്. പിന്നെ 500/5 ഇപ്പൊ വരലുണ്ട്, അതായത് വെറും 5 ml കൊടുക്കുമ്പോൾ 500 മില്ലിഗ്രാം പാരസെറ്റമോൾ കുട്ടിക്ക് ലഭിക്കും. പിന്നെ ഒരുപാട് ചെറിയ കുട്ടികളാണ്, ഇപ്പോൾ ഒരു 6 മാസത്തിൽ കുറവൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ യൂഷ്വലി ഡ്രോപ്സ് ആണ് പ്രിഫർ ചെയ്യുക. അപ്പൊ അതിൽ 1 ml കൊടുക്കുമ്പോൾ തന്നെ 100 മില്ലിഗ്രാം പാരസെറ്റമോൾ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു 10 കിലോ ഉള്ള കുട്ടിയാണെങ്കിൽ നമ്മൾ ഡ്രോപ്സ് കൊടുക്കുമ്പോൾ 1.5 ml മതിയാവും. അതേ മറിച്ച് 125/5 സിറപ്പ് ആണെങ്കിൽ 6 ml കൊടുക്കേണ്ടി വരും. 250 ആണെങ്കിൽ 3 ml കൊടുക്കേണ്ടി വരും. അപ്പോൾ ഡോസ് ഒരിക്കലും കൂടാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടതാണ്. പാരസെറ്റമോൾ കൊടുത്തിട്ടും പനി കുറയുന്നില്ല എങ്കിൽ ഐബുപ്രൊഫൻ പോലുള്ള സിറപ്പുകളൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അത് പക്ഷെ നമ്മൾ ഒരിക്കലും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് വീട്ടിൽ വെച്ച് തന്നെ കൊടുക്കാൻ പാടില്ല. ഇനി കുട്ടി എപ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകേണ്ടത്? നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ ടെപ്പിഡ് സ്പഞ്ചിങ് ചെയ്ത് നോക്കി, പാരസെറ്റമോൾ മുകളിൽ പറഞ്ഞ ഡോസേജിൽ സിറപ്പ് കൊടുത്തു നോക്കി, എന്നിട്ടും കുട്ടിയുടെ ടെമ്പറേച്ചർ കുറയുന്നില്ല, 101 മുകളിൽ തന്നെ പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. പിന്നെ അല്ലെങ്കിൽ കുട്ടി ഒരുപാട് തവണ ഛർദ്ദിക്കുക, 3-4 പ്രാവശ്യം, 1 മണിക്കൂർ തന്നെ 3-4 പ്രാവശ്യം ഛർദ്ദിക്കുക. പിന്നെ ഭയങ്കര ഒരു റെഡ്യൂസ്ഡ് ആക്ടിവിറ്റി, അതായത് ഫുൾ ടൈം ഉറക്കമാണ്, വിളിച്ചാലും എണീക്കുന്നില്ല, അങ്ങനെ ഭയങ്കര റെഡ്യൂസ്ഡ് ആക്ടിവിറ്റി. പിന്നെ മൂത്രം ഒഴിക്കുന്നത് വളരെ കുറവാണ്, റെഡ്യൂസ്ഡ് യൂറിൻ ഔട്ട്പുട്ട്. ഒരു 6 hours അല്ലെങ്കിൽ 7 hours ഒക്കെ കുട്ടി തീരെ മൂത്രം ഒഴിക്കുന്നില്ല, ഒട്ടും ഭക്ഷണം കഴിക്കുന്നില്ല, തീരെ വെള്ളം പോലും കുടിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണെങ്കിൽ നമ്മൾ വെച്ച് വൈകിപ്പിക്കരുത്. പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്കോ ഡോക്ടറിന്റെ അടുത്തേക്കോ കൊണ്ടുപോകേണ്ടതാണ്. പിന്നെ കുട്ടിയിൽ എന്തെങ്കിലും റെഡ് ഫ്ലാഗ് സൈൻസ്, അതായത് ഡേഞ്ചർ സൈൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതായത് ഭയങ്കര ഒരു ഫാസ്റ്റ് ബ്രീത്തിങ് ആണ്. ഇപ്പോൾ 1 വയസ്സിൽ കുറവുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ 1 മിനിറ്റിൽ തന്നെ 60 തവണയേക്കാൾ കൂടുതൽ ശ്വാസം എടുത്ത് പുറത്തു വിടുന്നു. പിന്നെ നിർത്താതെ കുട്ടി ചുമക്കുന്നു, നിർത്താതെ കരയുന്നു.
അങ്ങനത്തേക്കുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുപോകണം. ഈ ഫാസ്റ്റ് ബ്രീത്തിങ് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. നമുക്ക് കുട്ടീനെ ജസ്റ്റ് ഒന്ന് കിടത്തിയാൽ തന്നെ നമുക്ക് കാണും കുട്ടിയുടെ ചെസ്റ്റും അബ്ഡോമനും റേസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് ജസ്റ്റ് ഒരു 1 മിനിറ്റിൽ എത്ര പ്രാവശ്യം അങ്ങനെ കുട്ടി ശ്വാസം എടുക്കുന്നു, ഇല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടിക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, നിർത്താതെ ഛർദ്ദിക്കുന്നുണ്ടോ, ഇങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ റിസ്ക് എടുക്കാൻ നിൽക്കരുത്. കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ഡോക്ടർ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ആന്റിബയോട്ടിക്സോ അതുപോലുള്ള മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. യൂഷ്വലി ഒരു 3 ഡേയ്സിൽ കുറഞ്ഞ പനികൾക്ക് നമ്മൾ ആന്റിബയോട്ടിക്സ് യൂഷ്വലി പ്രിസ്ക്രൈബ് ചെയ്യലില്ല. ഇനിയിപ്പോ നമുക്ക് വ്യക്തമായ ഒരു ഫോക്കസ്, ഇപ്പൊ കുട്ടീനെ കൊണ്ടുവന്ന ഉടനെ തന്നെ ടോൺസിൽസ് ഒരു ഗ്രേഡ് 2 ഗ്രേഡ് 3 ഒക്കെ നല്ല എൻലാർജ്ഡ് ആണ്, പിന്നെ ചെസ്റ്റ് നോക്കുമ്പോൾ നല്ല സൈൻസ് ഉണ്ട്, അങ്ങനെ ഒരു വ്യക്തമായ ഫോക്കസ് കാണുകയാണെങ്കിൽ ഡോക്ടർ മിക്കവാറും അപ്പൊ തന്നെ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുകയായിരിക്കും. ഇല്ലെങ്കിൽ ഒരു 3 ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ടും പനി റെസ്പോണ്ട് ചെയ്യുന്നില്ല എങ്കിൽ യൂഷ്വലി നമ്മൾ CBC കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, യൂറിൻ റൂട്ടീൻ എക്സാമിനേഷൻ, അങ്ങനെ ചെറിയ ചെറിയ എക്സാമിനേഷൻ ഒക്കെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതായിരിക്കും. ആ ഇൻവെസ്റ്റിഗേഷനിൽ നമുക്ക് ഫൈൻഡിങ്സ് മനസ്സിലാവും. ഇപ്പോൾ ടോട്ടൽ കൗണ്ട് എലിവേറ്റഡ് ആണോ, ന്യൂട്രോഫിൽ ആണോ എലിവേറ്റഡ്, പിന്നെ യൂറിനിൽ ഇൻഫെക്ഷൻ ഉണ്ടോ, അതിനനുസരിച്ച് ഡോക്ടർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യും. പിന്നെ യൂഷ്വലി നമ്മളിവിടെ കാണുന്നത് ഒരു 2ാമത്തെ ദിവസം തന്നെ പനി റെസ്പോണ്ട് ചെയ്യാണ്ടാവുമ്പോൾ ഡോക്ടറെ കഫത്തിന്റെ മരുന്ന് തരണം, ആന്റിബയോട്ടിക് തരണം, അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഏതായാലും കുട്ടിക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോ നമ്മൾ നോക്കണം. പിന്നെ ആന്റിബയോട്ടിക്സ് ഈ അൺനെസസറി ആയിട്ട് കൊടുക്കുന്നതിൽ പ്രശ്നമുണ്ട്. കാരണം ഇപ്പൊ യൂഷ്വലി നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ആന്റിബയോട്ടിക്സ് കൊടുക്കും, ഒരു 2-3 ഡോസ് കൊടുക്കുമ്പോഴേക്കും പനി ചിലപ്പോൾ താഴെ വരുമായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ അതിനെപ്പറ്റി വ്യക്തമായ അറിവില്ലെങ്കിൽ മരുന്ന് അതോടെ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ആന്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോഴ്സ് ഫുള്ള് കംപ്ലീറ്റ് ആക്കണം. അതെന്തിനാ പറയുന്നത്, നമ്മളിപ്പോ ഒരു ആന്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്തു, ഒരു 3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ പനി, അല്ലെങ്കിൽ 3 ഡോസ് കഴിഞ്ഞപ്പോൾ പനി റെസ്പോണ്ട് ചെയ്യും. അതിനർത്ഥം എന്താ, അതിലുള്ള ബാക്ടീരിയ ആയാലും വൈറസ് ആയാലും പാർഷ്യലി അവിടെ ഡിസ്ട്രോയിഡ് ആയി എന്നാണ്. പക്ഷെ കുറച്ചെണ്ണം അവിടെ ബാക്കിയുണ്ട്. ഇനിയിപ്പോ മരുന്ന് നമ്മൾ ഫുള്ള് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബാക്ടീരിയക്ക് ഈ മരുന്നിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇനിയിപ്പോ അടുത്ത തവണ വീണ്ടും ഈ പനി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം വന്ന് നമ്മൾ പോയി ഈ സെയിം ആന്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, കുട്ടിക്ക് എഫക്റ്റീവ് ആവത്തില്ല. അതുകൊണ്ട് ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 ഡേയ്സ് ആണ് മിനിമം, അല്ലെങ്കിൽ 5 ഡേയ്സ് ഡോക്ടർ പറയുകയാണെങ്കിൽ 5 ഡേയ്സ് കോഴ്സ് എങ്ങനെയായാലും കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ കുട്ടികളിൽ കണ്ടുവരുന്ന വേറൊരു എമർജൻസി സിറ്റുവേഷൻ ആണ് ഫെബ്രൈൽ സീഷർ, അതായത് പനിയോടൊപ്പം കുട്ടിക്ക് വരുന്ന അപസ്മാരം. യൂഷ്വലി ഇതൊരു 6 months to 6 years ഉള്ള കുട്ടികളിലാണ് കാണുക. ടെമ്പറേച്ചർ ഒരു റേഞ്ചിൽ വിട്ട് കൂടുമ്പോൾ നമ്മളൊരു അപസ്മാരം പോലെ കുട്ടികൾക്ക് വരും. യൂഷ്വലി ഇത് ടെമ്പറേച്ചർ ഒരു 101.4 എബോ ഒക്കെ വരികയാണെങ്കിലാണ് ഈ ഒരു ഫെബ്രൈൽ സീഷർ കുട്ടികളിൽ കണ്ടുവരിക. അപ്പൊ അതിന്റെ ലക്ഷണം നമുക്ക് ഇങ്ങനെയാണ്: അപ്രോളിങ് ഓഫ് ഐസ് ആവാം, പിന്നെ ഒരു ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക്, അതായത് കൈയും കാലും ഫുള്ളൊരു മൂവ്മെന്റ് ആവാം, പിന്നെ ഒരു ടങ് ബൈറ്റ് ആവാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുക. ഫെബ്രൈൽ സീഷർ യൂഷ്വലി സെൽഫ് ലിമിറ്റിംഗ് ആണ്. ഒരു 3 to 5 minutes കഴിയുമ്പോൾ അത് നോർമലി എന്ത് ചെയ്യും, കുട്ടി നോർമലാവും. പിന്നെ കുറച്ച് സമയം ഉറങ്ങിയിട്ട് പിന്നെ എണീറ്റിട്ട് നല്ലൊരു കരച്ചിലുണ്ടാവും. ഇങ്ങനെയാണ് യൂഷ്വലി കണ്ടുവരുന്നത്. ഇതിന് തന്നെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സിമ്പിൾ ഫെബ്രൈൽ സീഷർ, അതൊരു 3 to 5 minutes നോർമലി റെസ്പോണ്ട് ആവും. അതാണെങ്കിൽ ഒരു ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക്, രണ്ട് സൈഡിൽ ഒരുപോലെ ആയിരിക്കും വരിക. ഈ 2 കൈയും 2 കാലും ഒരുപോലെ ക്ലോണിക് മൂവ്മെന്റ്, പിന്നെ ഒരു അപ്രോളിംഗ് ഓഫ് ഐസ്, ആ രീതിയിലാണ് വരിക. അത് യൂഷ്വലി റെസ്പോണ്ട് ചെയ്യും. പിന്നെ അടുത്തതായിട്ട് വരുന്ന കോംപ്ലക്സ് ഫെബ്രൈൽ സീഷറാണ്. ഇതാണെങ്കിൽ ഒരു ഏകദേശം ഒരു 15 മിനിറ്റ് വരെ നമ്മൾ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്തത് വരുന്നത് ഫെബ്രൈൽ സ്റ്റാറ്റസ്, അതായത് ആൾമോസ്റ്റ് ഒരു 30 minutes വരെ നീണ്ടു നിന്നേക്കാം. ഇത് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്, ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയണ്ട. ഇനിയിപ്പോ ഇങ്ങനെ ഈ ഫെബ്രൈൽ സീഷറിന്റെ ഇത് കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കുട്ടീനെ ഒരു റിക്കവറി പൊസിഷനിൽ, അതായത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചെരിച്ചു കിടത്തുക. ആ ചെരിച്ചു കിടത്തുക, അതെന്തിനാ അങ്ങനെ കിടത്തുന്നത്? ഇനിയിപ്പോ ഈ ഫെബ്രൈൽ സീഷർ കുട്ടി ഒരു മലർന്നു കിടന്ന അവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ ആ മലർന്നു കിടന്ന് ഒരുപാട് സെക്രീഷൻസ് വായിലുണ്ടാവും. അത് ശ്വാസകോശത്തിൽ പോയിട്ട് ഒരു ആസ്പിരേഷൻ വരാനുള്ള സാധ്യത. അതുകൊണ്ട് കുട്ടീനെ റിക്കവറി പൊസിഷനിൽ കിടത്തുക. പിന്നെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്, നമ്മളിവിടെ കണ്ടുവരുന്ന ഒരു കാര്യം, താക്കോലോ അല്ലെങ്കിൽ ഇരുമ്പിന്റെ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള സാധനം കൊച്ചിന്റെ കയ്യിൽ കൊടുക്കും. ഇതൊരിക്കലും ചെയ്യരുത്. കാരണം ആ ഒരു ടോണിക് ക്ലോണിക് ആയിട്ടുള്ള മൂവ്മെന്റിന്റെ ടൈമിൽ ചിലപ്പോൾ കണ്ണിലോ ശരീരത്തിന്റെ ബാക്കി ഭാഗത്തോ മുറിവുണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ എത്രയും പെട്ടെന്ന് ഒരു തോർത്തോ ടവലോ എടുത്തിട്ട് നനച്ച് കുട്ടീനെ തുടച്ചു കൊടുക്കുക. ആ സമയത്ത് ഒരിക്കലും കുട്ടീനെ ഫോഴ്സ്ഫുള്ളി മരുന്ന് കൊടുക്കാനോ ഒന്നും ശ്രമിക്കരുത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ആസ്പിരേഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ പിന്നെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കുക കുട്ടീനെ. ഈ ഫെബ്രൈൽ സീഷർ യൂഷ്വലി വരുന്ന ടെമ്പറേച്ചർ കൂടുന്നത് കൊണ്ടാണ്. പിന്നെ ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് വേറെ കുറച്ച് ടെസ്റ്റ്, ഇപ്പൊ കുട്ടിയുടെ ഷുഗർ നോക്കാം, പിന്നെ ഇലക്ട്രോലൈറ്റ്സ്, സോഡിയം പൊട്ടാസ്യം കാൽഷ്യം അതുപോലുള്ള സാധനങ്ങളൊക്കെ നോക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് ടെസ്റ്റ് ചെയ്യും.
ഈ ഫെബ്രൈൽ സീഷറിൽ യൂഷ്വലി അഡ്മിഷൻ ആവശ്യമുണ്ടോ? ഈ സിമ്പിൾ ഫെബ്രൈൽ സീഷർ ആണെങ്കിൽ ഒരു 6 hours ഒക്കെ ഒബ്സർവേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും ഫെബ്രൈൽ സീഷർ വരുന്നില്ല, കുട്ടി ഇൻ ബിറ്റ്വീൻ ആക്റ്റീവ് ആണ്, അതായത് ഇൻ ബിറ്റ്വീൻ ഫീവർ കുറയുന്ന സമയത്ത് കുട്ടി ആക്റ്റീവ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, അങ്ങനെയാണെങ്കിൽ കുട്ടി അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ കോംപ്ലക്സ് ഫെബ്രൈൽ സീഷർ ആണ്, ഇല്ലെങ്കിൽ ഫെബ്രൈൽ സ്റ്റാറ്റസ് ആണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ കുട്ടീനെ അഡ്മിറ്റ് ചെയ്യും. പിന്നെ EEG പോലുള്ള കുറച്ച് ടെസ്റ്റുകളും ആവശ്യമുണ്ട്. ഇനി പിന്നെയും വരികയാണെങ്കിൽ പിന്നെ റെയർലി ചില കുട്ടികളിൽ നമ്മൾ ഈ ഫെബ്രൈൽ സീഷറിന് നമ്മൾ മെഡിക്കേഷൻസും നമ്മൾ സ്റ്റാർട്ട് ചെയ്യലുണ്ട്. അത് പീഡിയാട്രീഷ്യൻസ് കണ്ടിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. പല പാരന്റ്സിനുമുള്ള ഡൗട്ട് അല്ലെങ്കിൽ വറിയാണ് ഈ ഫെബ്രൈൽ സീഷർ വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ കുട്ടിക്ക് അപസ്മാര രോഗം വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത്. അത് ഈ സിമ്പിൾ ഫെബ്രൈൽ സീഷർ ആണെങ്കിൽ 1% മാത്രമേ ഭാവിയിൽ കുട്ടിക്ക് സീഷർ വരാനുള്ള സാധ്യത ഉള്ളൂ. എന്ന് വെച്ചാൽ ജനറൽ പോപ്പുലേഷന്റെ അതേ റിസ്ക് തന്നെ. ജനറൽ പോപ്പുലേഷനും 1% ആണ് ഭാവിയിൽ ഈ സീഷർ ഡിസോർഡർ വരാനുള്ള സാധ്യത. ഇനിയിപ്പോൾ കോംപ്ലക്സ് ഫെബ്രൈൽ സീഷർ ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 4% വരെ ഉണ്ട്. പിന്നെ ഒരു സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 30% വരെയൊക്കെ ചാൻസ് പോയേക്കാം. പക്ഷേ ഈ സിമ്പിൾ ഫെബ്രൈൽ സീഷർ കാരണം കുട്ടിയുടെ ഫ്യൂച്ചറിൽ സീഷർ വരാനോ ഈ സ്കോളാറ്റിക് പെർഫോമൻസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനോ സാധ്യതയില്ല. നോർമൽ ഇന്റലിജൻസ് ഒക്കെ തന്നെയായിരിക്കും. പക്ഷേ ഈ അവസരത്തിൽ എത്രയും പെട്ടെന്ന് ടെമ്പറേച്ചർ കുറക്കണം. അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ റിക്കവറി പൊസിഷനിൽ കിടത്തുക, ആ സമയത്ത് മരുന്ന് വല്ലതും കൊടുക്കാണ്ടിരിക്കുക, ആ കാര്യങ്ങളൊക്കെ ചെയ്യണം. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും കൂടി വേണം. നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യമൊക്കെ സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഇപ്പൊ കുട്ടിക്ക് പനി വന്നു, പാരസെറ്റമോൾ കൊടുത്തു, നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന പനിയാണ്. ആ പനി കുറഞ്ഞ ഉടനെ പിന്നെ ഒരു 6 to 8 hours കുട്ടിയുടെ ആക്ടിവിറ്റി ഒക്കെ നോർമലാണ്, ഭക്ഷണമൊക്കെ കഴിക്കുന്നു, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ പനി എന്ത് ചെയ്ത് മാനേജ് ചെയ്യാവുന്നതാണ്. പാരസെറ്റമോൾ കൊടുക്കുക, ടെപ്പിഡ് സ്പഞ്ചിങ് ചെയ്യുക, ആ രീതിയിൽ നോക്കാം. പിന്നെ എല്ലാ പാരന്റ്സിലും വരുന്ന ഒരു കംപ്ലൈന്റ് ആണ് പനി വരുമ്പോൾ കുട്ടി തീരെ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളത്. ഈ പനി വരുന്ന സമയത്ത് നമ്മുടെ ബോഡി നോർമലായിട്ട് മെറ്റാബോളിസം ഏറ്റവും കുറഞ്ഞ ഒരു ലെവലിലാണ് ഉണ്ടാവുക. ആ സമയത്ത് കുട്ടിക്ക് വിശപ്പ് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് മാക്സിമം എന്ത് ചെയ്യുക, കുട്ടിയുടെ ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം പനി ഒരു ഡീഹൈഡ്രേഷൻ ആവുന്ന ഒരു അവസ്ഥയാണല്ലോ. അപ്പൊ മാക്സിമം വെള്ളം കൊടുക്കാൻ ശ്രമിക്കുക. അതിൽ കൂടുതലും നല്ലത് ഇലക്ട്രോലൈറ്റ്സ് ഉള്ള വെള്ളമാണ്. അതായത് നമ്മൾ ORS കൊടുക്കാം. കുട്ടി കുടിക്കുകയാണെങ്കിൽ അത് കുടിക്കുന്നില്ല, ടേസ്റ്റ് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇളനീരിന്റെ വെള്ളം കൊടുക്കാം, ലൈം ജ്യൂസ് കൊടുക്കാം, പിന്നെ തണുപ്പ് കുറഞ്ഞ രീതിയിലുള്ള ബാക്കി ഫ്രൂട്ട് ജ്യൂസ് ഒക്കെ കൊടുക്കാം. അങ്ങനെ ഒരു 2-3 ദിവസം വരെ നോക്കാം. എന്നിട്ടും പനി റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബാക്കി ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾ എല്ലാ പാരന്റ്സും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ശ്രമിക്കുക. താങ്ക് യു.